ഹലോ ഗൈസ്, എൻ്റെ കുട്ടി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പച്ചക്കറിയൊക്കെ കണ്ടിട്ട് എന്തോ വിശേഷം ഉണ്ടെന്നല്ലേ? അത് ചെറിയൊരു വിശേഷമുണ്ട്. ഒരു 28ാം പിറന്നാൾ ആഘോഷിക്കാൻ പോകട്ടോ ഞങ്ങൾ. അനിയത്തിയുടെ കുട്ടിയുടെ അവിയലിനുള്ള കഷ്ണങ്ങളാട്ടോ. പല്ല് എത്ര പോയാലും കടിച്ച് പറിക്കാൻ ഞാൻ മോശമില്ല എന്നുള്ള രീതിയിലാണ് അവൻ ക്യാരറ്റും കടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാനും അമ്മയും പച്ചക്കറി അരിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അവിയൽ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് തലേന്ന് തന്നെ അവിയലിൻ്റെ കഷ്ണങ്ങളും പിന്നെ സാമ്പാറിൻ്റെ കാര്യങ്ങളും എല്ലാം റെഡിയാക്കി വെക്കുകയാണ്. അതൊക്കെ ഒരു എളുപ്പപ്പണിയാണല്ലോ. തലേന്ന് തന്നെ നമ്മൾ കഷ്ണമൊക്കെ റെഡിയാക്കി വെച്ചാൽ രാവിലെ ഉണ്ടാക്കിയാൽ മതിയല്ലോ. അങ്ങനെ പറഞ്ഞിരിക്കുന്നതിൻ്റെ ഇടയിൽ അമ്മ കൊണ്ടുപോയിട്ട് അവിയൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതങ്ങനെ തിളയ്ക്കുന്നുണ്ട്, തിളച്ച് മറയട്ടെ. ഇതാണ് ഫൈനൽ ലുക്ക് കേട്ടോ. അവിയലൊക്കെ സെറ്റായിട്ടുണ്ട്. അമ്മ ലാസ്റ്റ് ആയിട്ട് വെളിച്ചെണ്ണയൊക്കെ തുളിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിയൽ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. ഞാൻ അന്ന് തന്നെ രാത്രി ചോറിൻ്റെ കൂടെയൊക്കെ കഴിച്ചു. പിന്നെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കിടക്കാൻ പോയി. ഇനി രാവിലത്തെ കാര്യങ്ങൾ. രാവിലെ 4 മണിയായപ്പോൾ തന്നെ അമ്മ നീച്ചിട്ട് അടുക്കളയിലെ കാര്യങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ നീച്ച് വന്നിട്ട് അമ്മേൻ്റെ കൂടെയൊക്കെ സഹായിച്ചു. കറികളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി റെഡിയാക്കി. പിന്നെ ഇത് അമ്മയും അച്ഛനും കൂടി പായസത്തിൻ്റെ കാര്യം അച്ഛനെ ഏറ്റെടുത്തോളാമെന്നും പറഞ്ഞിട്ട് ഇരുന്നതാണ്. അച്ഛനെ ഏറ്റെടുത്തുകൊണ്ട് തന്നെ ആ ഭാഗത്തേക്ക് ആർക്കും പ്രവേശനമില്ല കേട്ടോ. മസാല പിടിച്ചിട്ടില്ലല്ലോ. ഞാൻ മസിൽ പിടിച്ചിട്ട് തന്നെയാണ് ഇളക്കണത്. മസിൽ പിടിക്കുന്ന കാര്യമല്ല, മസാല. ഇതിലാരാ ചേരുവ ചേർത്തത്? ഞാനാ. അങ്ങനെ പറഞ്ഞ പോലെ മസിൽ പിടിച്ചിട്ടാണെങ്കിലും പായസം അടിപൊളിയാക്കി തരാമെന്ന് അച്ഛനെ ഏറ്റിട്ടുണ്ട്. അങ്ങനെ കലവറയത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും പോയി കുളിച്ച് റെഡിയായിട്ട് അവരെയും വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. ഇതാണ് അനിയത്തി. ഞങ്ങൾ മാത്രമല്ല, എല്ലാവരും നല്ല കട്ട വെയിറ്റിങ്ങിലാണ്. പായസം മസിൽ പിടിച്ചിട്ട് ഇളക്കിയതാണെങ്കിലും ആ ക്ഷീണമൊന്നും അച്ഛൻ്റെ മുഖത്തില്ല. അച്ഛൻ ആൾ സ്മാർട്ടായിട്ട് നല്ല കൂളായിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ അധികം ആൾക്കാരൊന്നുമില്ല. ഞങ്ങൾ ചെറിയ രീതിയിൽ ഒരു 28ാം പിറന്നാൾ കഴിക്കുകയാണ്. അങ്ങനെ കാത്തിരിപ്പിൻ്റെ ഒടുവിൽ അവരെത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് നേരം അവർ ചായയൊക്കെ കുടിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് 28 കെട്ടാൻ വേണ്ടിയിട്ട് അവരിരുന്നിട്ടുണ്ട്. ചടങ്ങിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അച്ഛനും അമ്മയും കൂടി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിലൊക്കെ രസം എന്താണെന്ന് വെച്ചാൽ 28 കെട്ടാൻ പോണ ആൾ ഇതൊന്നും അറിയണില്ല എന്നുള്ളതാണ്. അവൻ നല്ല ഉറക്കത്തിൽ അതൊന്നും അറിയണേ ഇല്ല. ഈ മടിയിലിരിക്കുന്നതാണ് അവളുടെ വലിയ ആൾ കേട്ടോ. അവന് 2 വയസ്സൊക്കെ ആയിട്ടുള്ളൂ. അവൻ അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി നടക്കുന്നുണ്ട്. ഇതൊക്കെ എല്ലാവരും കണ്ടുകൊണ്ട് നല്ല എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. വയമ്പ് ഇതൊക്കെ കൊടുക്കുമ്പോൾ കുട്ടികൾ കരയല്ലോ, അതൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുക. പക്ഷേ അവന് യാതൊരു കുലുക്കുമില്ല. ഒന്ന് കൊടുത്തിട്ടും വളകളിട്ടിട്ടും അരഞ്ഞാണം കിട്ടിയിട്ടും ഒന്നും ആളൊക്കെ ഒരു പ്രശ്നമില്ല. അങ്ങനെ പേരിട ചടങ്ങും കൂടി ആ കൂട്ടത്തിലാണ് കഴിഞ്ഞു. അങ്ങനെ എല്ലാം കഴിഞ്ഞപ്പോൾ ആളിതാ കണ്ണൊക്കെ തുറന്ന് ഇങ്ങനെ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാം കഴിഞ്ഞ് കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ ഇട്ടപ്പോൾ ആൾ സുന്ദരനായിട്ടുണ്ട്. ഇതാണ് എൻ്റെ കണ്ണൻ, അനിയൻ്റെ കുട്ടി കേട്ടോ. അനിയൻ്റെ കുട്ടിയും ഭാര്യയാണിത്. ഇവൻ ആൾ ചെറിയൊരു പോക്കിരിയാണ്, നടക്കാൻ തുടങ്ങണേ ഉള്ളൂ. അങ്ങനെ 28 കഴിഞ്ഞപ്പോഴേക്ക് പപ്പടം കാച്ചാൻ വേണ്ടി ഞാൻ അടുക്കളയ്ക്ക് ഓടിട്ടോ. ഇപ്പോൾ 12 മണി 12:30 ആയ സ്ഥിതിക്ക് എല്ലാവർക്കും വിശപ്പ് തുടങ്ങാനായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ പപ്പടം കൂടി കാച്ചാണ്ടായിരുന്നു. അത് കാച്ചാൻ വെച്ച് ഞാൻ അടുക്കളയ്ക്ക് പോന്നു. അടുക്കളയിലും ചെറിയ രീതിയിൽ ഓരോ ചടങ്ങുകളൊക്കെ ഉണ്ട്. കുട്ടീനെയും അമ്മേനെയൊക്കെ അടുക്കളയിൽ കയറ്റുക എന്നുള്ള സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം ചോറും കാര്യങ്ങളൊക്കെ ഞങ്ങൾ വേറെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം എല്ലാ വിഭവങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. ഇഞ്ചിത്തൈര്, പുളിയിഞ്ചി, അവിയൽ, ചോറ്, അച്ചാർ, ഉപ്പേരി, മസാലക്കറി, പിന്നെ മോര്, തൈര്, പായസം, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്, അമ്മേനെയും കുട്ടീനെയും കൂടി അടുക്കളയിൽ കൊടുന്ന് തൊഴിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും ചടങ്ങുകൾ. ഇവൻ ഇപ്പോഴും നല്ല ഉറക്കം തന്നെയാണ്. ഇവർ നല്ല കൂട്ടായിട്ടുണ്ട് കേട്ടോ. പിന്നെ വിശപ്പിൻ്റെ വിളി വന്നപ്പോഴേക്കും ഞങ്ങൾ ഇലയൊക്കെ ഇട്ടിട്ട് എല്ലാ സാധനങ്ങളും വിളമ്പാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് വിളമ്പണേന്നൊക്കെ ചോദിച്ചിട്ട് അവർ രണ്ടാളും പിന്നാലെ തന്നെ ഉണ്ട്. എന്തൊക്കെ ഇവിടെ ഇലയിൽ വിളമ്പി കൂട്ടണമെന്നൊക്കെ നോക്കിയിട്ട് രണ്ടാളും അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നുണ്ട്. അവനും എന്നെ നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും വിളമ്പലുകാരാണിപ്പോൾ. അങ്ങനെ വിശപ്പിൻ്റെ വിളി വന്നതുകൊണ്ട് ഞങ്ങൾ ഒട്ടും വൈകിക്കാതെ തന്നെ എല്ലാം ചടപടയെന്നായിട്ട് ഓരോന്നായിട്ട് വിളമ്പാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞങ്ങളുടെ സദ്യ. ഇതിക്ക് ഇനി സാമ്പാർ, മോര്, രസം, പായസം എല്ലാം വരാണ്ട് കേട്ടോ. പിന്നെ അവർ കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഓരോ തിരക്കിൽ പെട്ടുപോയി. പിന്നെയാണ് ഞാൻ വീഡിയോ എടുക്കാൻ കാര്യമൊക്കെ ഓർമ്മ വന്നത്. അപ്പോൾ തൽക്കാലം അവർ കഴിച്ച് നീച്ചിട്ട് ഞങ്ങളെല്ലാവരും ഇരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ വീഡിയോ എടുത്തു. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ 28ൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ കണ്ടിഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ കാണുന്നവരെ ബായ്.